വെബ്സൈറ്റിൽ നമുക്ക് എന്താണോ വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നെയിം അതാണ് നമ്മൾ കൊടുക്കുക. ടൈറ്റിൽ ടാഗ് എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു. നമ്മളിപ്പോൾ ഈ നോട്ട് പാഡ് ഇവിടെ ഓപ്പൺ ആയിട്ടിരിപ്പുണ്ട്. ഈ നോട്ട് പാഡിന് ഒരു ടൈറ്റിൽ ഉണ്ടാവും. അതുപോലെ എല്ലാ വെബ്സൈറ്റിന്റെയും ടോപ്പിൽ ഓപ്പൺ ആയി വരുന്ന അല്ലെങ്കിൽ ടോപ്പിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ആ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ. നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ facebook.com എന്ന് കാണിക്കും. ജിമെയിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ജിമെയിൽ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ആ ജിമെയിൽ എന്നുള്ളതാണ് ആ വെബ്സൈറ്റിന്റെ പേര്. ഗൂഗിൾ എന്ന് പറയുന്നതാണ് ആ വെബ്സൈറ്റിന്റെ പേര്. അപ്പം നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് അതാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ബോഡിക്കകത്ത് നമുക്ക് മോഹൻലാൽ ഈസ് എ ഗുഡ് ആക്ടർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഈസ് എ ഗുഡ് ആക്ടർ എന്ന് കൊടുക്കാം. വെൽക്കം ടു STML എന്നാണ് വേണ്ടെങ്കിൽ വെൽക്കം ടു STML എന്ന് കൊടുക്കാം. ഇത് പാരഗ്രാഫായിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് P എന്ന് പറയുന്ന ടാഗ്. ഈ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമലി ഇംഗ്ലീഷിലൊക്കെ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും? ഫുൾ സ്റ്റോപ്പ് കൊടുക്കുന്ന പോലെ ഇവിടെ സ്ലാഷ് കൊടുത്തിട്ടാണ് ഓരോ ടാഗുകളും ക്ലോസ് ചെയ്യുന്നത്. സ്ലാഷ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യും. അതുപോലെ ഇവിടെ സ്ലാഷ് ആണ് എൻഡിങ് ടാഗ്. ഇപ്പോൾ ഒരു ഡോർ ആണെങ്കിൽ ആ ഡോർ ഓപ്പൺ ചെയ്യാനും പറ്റും, നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. ക്ലോസിംഗ് പ്രോസസ്സിനെയാണ് ഇവിടെ എൻഡിങ് സ്ലാഷ് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നത്.